3ds Maxൽ നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു 3ds Max സീനിൽ നിന്നും മറ്റൊരു 3ds Max സീനിലേക്ക് ഒബ്ജക്ട്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്, അതുപോലെ ഒരു ഒബ്ജക്റ്റിൽ അസൈൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് അതിന്റെ മോഡിഫയർ സ്റ്റാക്ക് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യുന്നതിന്, ഇതിനൊക്കെയായി ഇന്നും ആ ഒരു പഴയ വർക്ക് ഫ്ലോ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എത്ര ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് എച്ച് മീഡിയ സീൻ ബ്രിഡ്ജ് എന്ന ഈ ഒരു പ്ലഗിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്ലഗിൻ നിങ്ങൾ യൂസ് ചെയ്താൽ പിന്നീട് ഒരിക്കലും ആ പഴയ വർക്ക് ഫ്ലോയിലേക്ക് നിങ്ങൾ തിരികെ പോകില്ല. ഈ പ്ലഗിൻ എങ്ങനെ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇത് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു തരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എച്ച് മീഡിയ. ഇവിടെ രണ്ട് 3D സീനുകളാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ 3D സീനിൽ നിന്നും ഇവിടെ കാണുന്ന ഈ ഒരു ടേബിൾ അതുപോലെ ഈ ഒരു ആക്സസറീസിനെയാണ് റൈറ്റ് സൈഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു 3D സീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിനായി സീൻ ബ്രിഡ്ജ് എന്ന ഈ ഒരു ടൂളിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ടൂൾ ബാർ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ടൂൾ ബാർ നമുക്ക് വ്യൂ പോർട്ടിൽ എവിടെ വേണമെങ്കിലും ഇതുപോലെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒബ്ജക്റ്റുകളെയോ ആക്സസറീസുകളെയോ സെലക്ട് ചെയ്ത് സെൻഡ് സെലക്ടഡ് ഒബ്ജക്ട്സ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ട്രാൻസ്ഫർ ചെയ്യേണ്ട സീനിലും സീൻ ബ്രിഡ്ജ് എന്ന ഈ ഒരു ടൂൾ ഓപ്പൺ ചെയ്യാം. റിസീവ് ബ്രിഡ്ജ് ഡാറ്റ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ഉടനെ നമ്മൾ കോപ്പി ചെയ്ത ആ ഒബ്ജക്റ്റുകൾ നമ്മുടെ ഈ ഒരു 3D സീനിലേക്ക് ട്രാൻസ്ഫർ ആയി ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ വളരെ ഈസിയായി നമുക്ക് വേണ്ട ഏതൊരു ഒബ്ജക്റ്റിനെയും ഒരു ക്ലിക്കിൽ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് മറ്റൊരു സീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഈ ടൂൾ യൂസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഈ ടൂളിലെ കോപ്പി മെറ്റീരിയൽ, പേസ്റ്റ് മെറ്റീരിയൽ എന്നിങ്ങനെയുള്ള ഓപ്ഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിൽ അസൈൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസും അതിന്റെ മോഡിഫയർ സ്റ്റാക്സും മറ്റൊരു ഒബ്ജക്റ്റിൽ അസൈൻ ചെയ്യുന്നതിനായി മാനുവലായി മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യുകയും വീണ്ടും ആ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് മെറ്റീരിയൽസിനെ അസൈൻ ചെയ്യുകയും പിന്നീട് വീണ്ടും മോഡിഫയേഴ്സിനെ അസൈൻ ചെയ്യാറുള്ളതുമാണ്. ഒരുപാട് ടൈം ഇതിലൂടെ നമ്മൾ വേസ്റ്റ് ചെയ്യാറുണ്ട്. ഈ പ്ലഗിനിലെ കോപ്പി മെറ്റീരിയൽ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്കിതെങ്ങനെ ഈസി ആക്കാമെന്ന് നോക്കാം. ഈ കാണുന്ന ഫ്ലോറിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഏരിയയിലേക്ക് അസൈൻ ചെയ്ത ഈ ഒരു മെറ്റീരിയലിനെയും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള മോഡിഫയറിനെയും ആ പഴയ വർക്ക് ഫ്ലോ യൂസ് ചെയ്യാതെ നമ്മൾ അസൈൻ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം കോപ്പി മെറ്റീരിയൽ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ മെറ്റീരിയൽ അസൈൻ ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് മെറ്റീരിയൽ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ കോപ്പി ചെയ്ത മെറ്റീരിയൽ ഇതുപോലെ ഈ ഒരു ഏരിയയിലേക്കും പേസ്റ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ സിംഗിൾ ക്ലിക്കിൽ ഒരു ഒബ്ജക്റ്റിൽ അസൈൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അതിന്റെ മോഡിഫയർ സ്റ്റാക്ക് ഉൾപ്പെടെ കോപ്പി ചെയ്ത് മറ്റേതൊരു ഒബ്ജക്റ്റിലേക്കും മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യാതെ തന്നെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പ്ലഗിൻ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ 3D വർക്ക് ഫ്ലോ 10 ടൈംസ് ഫാസ്റ്റ് ആക്കാവുന്നതാണ്. hmedia3d.gumroad.com ഈ പ്ലഗിൻ അവൈലബിൾ ആണ്. $499 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. പക്ഷേ എച്ച് മീഡിയയുടെ സ്റ്റുഡൻസിനും സബ്സ്ക്രൈബേഴ്സിനും ലിമിറ്റഡ് ടൈം ഈ പ്ലഗിൻ ഫ്രീ ആയി നൽകുകയാണ്. എച്ച് മീഡിയയുടെ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുന്നതിലൂടെ ഈ വീഡിയോയുടെ പോസ്റ്റിൽ നിന്നും ഈ പ്ലഗിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഒരു പ്ലഗിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. 3ds Maxന്റെ സ്ക്രിപ്റ്റിംഗ് എന്ന മെനുവിൽ റൺ സ്ക്രിപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത സീൻ ബ്രിഡ്ജ് എന്ന ഈ ഒരു പ്ലഗിൻ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി 3ds Max ക്ലോസ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത ശേഷം കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ടൂൾ ബാർസിൽ കാറ്റഗറിയിൽ എച്ച് മീഡിയ 3D അക്കാഡമി സെലക്ട് ചെയ്യാം. ഇവിടെ ആക്ഷൻസിൽ സീൻ ബ്രിഡ്ജ് എന്ന ഈ ഒരു ടൂൾ കാണാവുന്നതാണ്. ഇനി ന്യൂ എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്ത് ആക്ഷൻസിൽ നിന്നും ഈ പ്ലഗിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇനി ഒരു ടൂൾ ബാറിനെ നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം. ഇനി 3D പ്രൊജക്റ്റുകളിൽ ഒരു 3D സീനിൽ നിന്നും മറ്റൊരു 3D സീനിലേക്ക് ഒബ്ജക്റ്റുകളെ കോപ്പി ചെയ്യുന്നതിനും ഒരു സീനിൽ അസൈൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യുന്നതിനായി സീൻ ബ്രിഡ്ജ് എന്ന ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്യാവുന്നതാണ്. 3D വിഷ്വലൈസേഷൻ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ലൈവ് കോഴ്സുകൾ എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. ബെറ്റർ റെൻഡർ ക്വാളിറ്റിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം,
3D വിഷ്വലൈസേഷനിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഓൺലൈനിൽ ലൈവ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.